നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു നാടൻ മുട്ടക്കറി തയ്യാറാക്കാം. അതിനായിട്ട് 4 മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഒരു കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചാണ് എടുത്തത്. എന്നിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞ് പൊളിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഞാൻ മുളക് പൊടി കുറച്ചാണ് ഇടുന്നത്, അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. ഇനി അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കണ്ട. ഇനി 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, അത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല ബ്രൗൺ ആയിട്ട് കിട്ടണം. ഈ സവാള എല്ലാം നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന കാരണം മല്ലിപ്പൊടി ഒരുപാട് കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഒരു നിറത്തിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. എരിവിനനുസരിച്ച് പച്ചമുളകാണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. ബാക്കി 1/2 ടീസ്പൂണും കൂടി ഇട്ടതാണ്. മല്ലിപ്പൊടി തന്നെയാണ് ഇതും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മല്ലിയാണെങ്കിൽ നന്നായിട്ട് സമയം എടുക്കും അതിന് പച്ചമണം പോകുന്നതിനായിട്ട്. റെഡിമെയ്ഡ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി വറുത്ത മല്ലിപ്പൊടി ആയിരിക്കും. ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോയി മസാലപ്പൊടി എല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഗരം മസാലയുടെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിക്കായിട്ട് അത് നോക്കിയാൽ മതി. ചൂടാക്കി പൊടിച്ച ഗരം മസാല, അതുകൊണ്ട് നമ്മൾ അവസാനം ഇട്ടാൽ മതി. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞിട്ടൊരു കയ്പ്പ് രുചി വരും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് കനം കുറച്ച് അരിഞ്ഞത്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി ചേർക്കരുത്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ അതിനൊരു രുചി കിട്ടത്തില്ല. അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ വലിയ തക്കാളിയാണ് അല്ലെങ്കിൽ ഒരുപാട് പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി. തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പാത്രമാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തളിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് കറി ടേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ഇടാം, അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് വേണേലും ഇടാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ മസാല എല്ലാം മുട്ടയിലേക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ട അങ്ങ് കട്ടിയായിപ്പോൾ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാനിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ആണെങ്കിൽ നമ്മുടെ കറികൾക്കൊന്നും അത്ര രുചി കിട്ടത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രഷ് മിൽക്ക് എടുക്കാൻ നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് ഞാൻ ഉപയോഗിച്ചെടുത്തോളം എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഒരുവിധം നമ്മുടെ കറികൾക്കെല്ലാം അത് ചേരും. തേങ്ങാപ്പാൽ എടുക്കുമ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ കലക്കി എടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റോളം ആ പാലൊന്ന് ചൂടാകുന്നതിനായിട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചൊരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. ഇത് അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ, പുട്ടിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.